പണ്ടേ ആ കൂട്ടരെ പറ്റി ശംസുൽ ഉലമായി ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, ഇ.കെ. ഉസ്താദ് അവറുകൾ പണ്ടേ അവിടുത്തെ വിലായത്തിന്റെ നാവ് കൊണ്ട് ഇ.കെ. പറഞ്ഞു, ഓ സുന്നിയല്ല, ഒരു സുന്നിയല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വായ തുറന്ന പച്ച നുണ മാത്രമേ പറയുള്ളൂ ഇവൻ. പണ്ടേ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ടവർ വഫാത്തായിട്ട് 1996 അതിൻ്റെ 4-5 കൊല്ലം മുമ്പ് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി വഫാത്തായിട്ടുണ്ട്. ഇവൻ പറയുന്നത് ഒരിക്കൽ APEക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോൾ സമസ്ത പിളർന്ന സമയത്ത് ആരുടെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ CM വലിയുള്ളാഹിൻ്റെ അടുത്തേക്ക് ഓനല്ല ഓൻ്റെ ബാപ്പ പോയി എന്ന് പറഞ്ഞൊരു ക്ലിപ്പുണ്ട്. അന്നേ ബഹുമാനപ്പെട്ടവർ അവൻ സുന്നിയല്ല എന്ന് പറഞ്ഞ കാലം അവിടെ ഉണ്ട്. കാരണം ബഹുമാനപ്പെട്ട ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അന്ന് ജീവിച്ചിരിക്കുന്ന സമയത്താണ് ഈ കുരുവട്ടൂർ ഹക്കീമിൻ്റെ ബാപ്പ അവിടെ ചെന്ന് CM വലിയുള്ളാഹിനോട് ചെന്ന് ചോദിക്കുന്നത്. എൻ്റെ വാപ്പ അതേപോലെ കുറച്ച് പ്രധാനപ്പെട്ടവരുടെ സുഹൃത്തുക്കളൊക്കെ അന്നത്തെ കാലത്ത് ഷെയ്ഖുനാന്റെ അടുത്ത് ചെന്നപ്പം ഇങ്ങനെ പ്രശ്നം ഉണ്ടായാലോ, ഷെയ്ഖുന പറഞ്ഞിട്ടുണ്ട്, ദീനിന്റെ കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയ തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട്, അവരോടൊപ്പം കൂടിക്കോളൂ. ഷെയ്ഖുന ഖുത്ബുൽ ആലം ഷെയ്ഖ് മടവൂർ ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ നേരിട്ട് പറഞ്ഞ ഒരുപാട് ആളുകൾ എന്താണ് അവരോടൊപ്പം കൂടിക്കോളൂ എന്ന് ഷെയ്ഖുന ഈ രണ്ട് വ്യക്തികളിലേക്ക് ഇശാറത്താക്കി പറയാൻ കാരണം സുന്നത്ത് ജമാഅത്തിലുള്ള അവരെ പൂർണ്ണമായ ബോധം, ഒരുത്തനെയും പേടിക്കാതെ സുന്നത്ത് ജമാഅത്ത് ശക്തിയായി തുറന്നു പറയുന്ന ആ ഒരു വലിയ സ്വഭാവം മഹാനായ താജുൽ ഉലമയിൽ കണ്ടതാണ് ഖുത്ബുൽ ആലം നമുക്ക് അവരിലേക്ക് ഇശാറത്താക്കി തന്നത്. മഹാനായ സുൽത്താനുൽ ഉലമ ഷെയ്ഖുന ഖമറുൽ ഉലമ ഉസ്താദിൽ കണ്ടതാണ് അവരിലേക്ക് നമുക്ക് ഇശാറത്താക്കി പറഞ്ഞു തന്നത്. നമുക്ക് അവർ പഠിപ്പിച്ചു തന്ന ആ കർശന നിലപാട് കണ്ടില്ലേ? വളരെ വ്യക്തമായി അവൻ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ പാപ്പയും അതുപോലെ ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ AP ഉസ്താദുമാണ് ഹക്ക്. സുൽത്താനുൽ ഉലമ AP ഉസ്താദ് സുന്നത്ത് ജമാഅത്ത് തുറന്ന് പറയാനുള്ള ആ കണിശത, അതാണ് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി ഇഷാറത്താക്കി പറഞ്ഞത്, സൂചിപ്പിച്ച് പറഞ്ഞത്. അപ്പം അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് ആരായിരുന്നു? തലച്ചോറുള്ളവർ ചിന്തിക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ AP വിഭാഗം സുന്നി എന്നിവനെ പിടിച്ച് പുറത്താക്കിയിട്ട് എറിഞ്ഞപ്പോൾ നിക്കക്കള്ളില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ മുമ്പ് കാങ്ങുന്നവരൊക്കെ അപ്പപ്പം കാങ്ങുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവമാണ് ഈ വിഭാഗത്തിനുള്ളത്. മാത്രമല്ല ഇപ്പോൾ പറയേണ്ടത് എന്താ, AP വിഭാഗം സുന്നികൾ സുന്നത്ത് കർമ്മം ചെയ്യാത്തവരാണ്, തൊലി നീട്ടി വെച്ചവരാണെന്നല്ലേ. അതേ സമയത്ത് ഇവൻ കാരന്തൂർ മർക്കസിൻ്റെ പ്രത്യേകതയും അത് എന്തുകൊണ്ടാണ് മർക്കസ് ഇങ്ങനെ വളരുന്നത് എന്നൊക്കെ വളരെ വിശദമായി പറയുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടോക്കാം. കുറച്ചവനെ ആ സ്ഥാപനത്തിനെ ഉയർത്തണേ അല്ലാഹ്. സുന്നിയ കുറച്ചവനെ ആ സ്ഥാപനത്തിനെ ഉയർത്തണേ അല്ലാഹ്, വളർത്തണേ അല്ലാഹ്. ആ സ്ഥാപനത്തിൽ സംശയിച്ചവനും ഷെയ്ഖുനായിൽ സംശയിക്കുന്നവനാകേണ്ടി വരും. വർഷങ്ങൾക്ക് മുമ്പ് ഷെയ്ഖുന കാട് പിടിച്ച് കിടക്കുന്ന ആ സ്ഥലത്ത് ചെന്ന് ഷെയ്ഖുന അവിടെ സുജൂദിൽ കിടന്നു. പലരും ഷെയ്ഖുനാനോട് ചോദിച്ചു, എന്തിനാണ് ഈ കാട്ടിലും മലയിലൊക്കെ സുജൂദ്? ഷെയ്ഖുനായുടെ മറുപടി, അല്ലാഹു ആദരിച്ച ഭൂമി എന്നാൽ ഞാൻ എങ്ങനെ സുജൂദ് ചെയ്യാതിരിക്കും? ഹുസൈനാജി, ഞാൻ ഹിഫ്ള് പഠിക്കുന്ന കാലം മോയിക്കൽ ഹുസൈനാജി, ഞാൻ കുന്നമംഗലത്ത് നിന്ന് മർക്കസിലേക്ക് നടന്നു വരുമ്പം ഒരിക്കൽ കുന്നമംഗലം ബസ് സ്റ്റാൻഡിൽ നിന്ന് മർക്കസിലേക്ക് എന്റെ കൂടെ കയ്യും പിടിച്ച് നടന്നു വരുന്ന വഴിക്ക് മർക്കസിന്റെ ഒരുപാട് ഷെയ്ഖുനായുടെ കൂടെയുള്ള അനുഭവം മഹാൻ പറഞ്ഞു തന്നു. ഹുസൈനാജി ഇന്ന് ഖബറിലാണ്. ഷെയ്ഖുനായോടുള്ള ഇഷ്ടയായി ജീവിച്ച അവരെ ഖബർ ഷെയ്ഖുനാന്റെ സുഹബത്തുള്ള ഖബറാക്കി ഉയർത്തണേ അല്ലാഹ്. അന്ന് ഹുസൈനാജി പറഞ്ഞു, ഷെയ്ഖുന സുജൂദിലായി കിടക്കുന്ന കാലം ഒരുപാട് നേരം ഞാനെങ്ങാനും സുജൂദിൽ പരിധി വിട്ട് കടന്നുപോയാൽ എന്റെ ഇടതേ ഭാഗത്ത് ഊരന്റെ ഭാഗത്ത് എന്ത് ചെയ്യണം? തട്ടണം. അപ്പൊ ഞാൻ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കും. ഷെയ്ഖുന അങ്ങനെ സുജൂദിൽ കിടന്നിട്ട് തട്ടേണ്ടി വന്ന സ്ഥലം വളരെ ചുരുക്കമുള്ളൂ. അതിലൊരു സ്ഥലം വന്ന് മർക്കത്തിന്റെ പ്രധാനപ്പെട്ട ഏതോ ഒരു സ്ഥലത്ത് ഷെയ്ഖുന സുജൂദിൽ തന്നെ കിടക്കുന്നു, എഴുന്നേൽക്കുന്നില്ല.
തട്ടിയപ്പോഴാണ് പിന്നെ ശൈഖുനാ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. വലിയ ശറഫുള്ള സ്ഥലം, അള്ളാഹ് ബഹുമാനിച്ച സ്ഥലമാണ്. അന്ന് ശൈഖുനാ പറഞ്ഞു, വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു, അവിടുത്തെ വഫാത്ത് കഴിഞ്ഞു. 10-40 വർഷം മുമ്പാണ് ഈ സംഭവമൊക്കെ നടക്കുന്നതെങ്കിലല്ല, അതിന്റെയും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് നടക്കുന്നതെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്നത് ശൈഖുന കാണുകയാണ്. ആ സ്ഥാപനത്തിന്റെ വലിയ മഹത്വം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുബാറക്കായ ഷഅറുകൾ ആ സ്ഥാപനത്തിലെത്തൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതുകൊണ്ടായിരിക്കണം ശൈഖുന വലിയ ശറഫുള്ള ഭൂമി എന്ന് അന്ന് പറഞ്ഞത്. ഇനിയും ശൈഖുനാന്റെ സുജൂദിന്റെ പൊരുൾ തിരിയാനുണ്ടാകും. പടച്ചോനെ, ഇനിയും അവിടുത്തെ കറാമത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ കാണാനും ആ ശൈഖുനായോടുള്ള യഖീനും മഹബ്ബത്തും വർദ്ധിക്കാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. കേട്ടില്ലേ ഇവൻ ദുആ ചെയ്യുന്നത്? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ വഫാത്തായതിന് ശേഷം ഉള്ള ഒരു പരിപാടിയിലാണ് ഇവ ഇങ്ങനെയൊക്കെ ദുആ ചെയ്യുന്നത്. എന്നിട്ടാണ് 1996 വഫാത്തായ ശംസുൽ ഉലമ അങ്ങനെ പറഞ്ഞിരുന്നു, ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നൊക്കെ കെട്ടുകഥകൾ ആരോപിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ശംസുൽ ഉലമ EK ഉസ്താദും CM വലിയുള്ളാഹിയും ഒന്നിച്ചായിരുന്നു എന്നതാണ് ഇപ്പോൾ സമർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഗുരുവട്ടൂർ ഹക്കീമും ഹക്കീമിൻ്റെ കൂടെയുള്ള ആ ചുമട്ട് തൊഴിലാളികളും കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാലോചിച്ച് നോക്കണം. മുമ്പ് അങ്ങനെ എല്ലാവരും പറഞ്ഞത്. CM വലിയുള്ളാഹി പറഞ്ഞിരുന്നത് AP ഉസ്താദ് ഹക്ക് അതാ പറഞ്ഞത്, എന്നോടും എൻ്റെ ബാപ്പാനോടും പറഞ്ഞു. ഇപ്പോൾ തല തിരിച്ചു പറയുമ്പോഴും ഓനും ഒരു ബാപ്പയും ഒരു ഭാഗത്താണുള്ളത്. ഈ ബാപ്പാൻ്റെ ഒക്കെ ഒരു അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഒന്നില്ലെങ്കിൽ പ്രായമായില്ല കാക്കാക്കൊക്കെ, അയാൾക്കൊന്നും മാറിന്നൂടാ. എന്നിട്ട് സ്വന്തം മോനല്ലേ, മോനോടൊന്ന് ഉപദേശിച്ചു ഇജാതി തോന്നിയാസം പറയരുത് എന്ന്. കാരണം അയാളുടെ ജീവിതത്തിൽ തന്നെ രണ്ടിനും ബാപ്പാനെ കൂട്ടിപ്പിടിക്കുകയാണ്. കാരണം EK AP അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായ സമസ്തയിലെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിയുടെ സമീപത്തേക്ക് ചെന്നുകാണ്ട് ഞങ്ങൾ എവിടെ നിൽക്കണം എന്ന് ചോദിച്ചത് ഈ ബാപ്പിൻ കൂട്ടരുമാണ് എന്ന് അയാൾ ബാപ്പാനെ ഇരുത്തി പ്രസംഗിക്കുന്നത്. കാലം കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ബാപ്പാനെ ഇരുത്തിക്കാണ്ട് തന്നെ പറയുന്നു അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ മുമ്പേ പോലെ ഇസ്ലാമെന്ന് പുറത്താന്ന് പറഞ്ഞിങ്ങനെ, മുമ്പേ സുന്നത്ത് കഴിക്കാത്ത സുന്നാന്ന് പറഞ്ഞിങ്ങനെ. അപ്പോൾ ഈ ബാപ്പ ബാക്കിലിരുന്ന് ചിരിച്ചാണ്. നിങ്ങളൊക്കെ ഈമാനും ഇഖ്ലാസും ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ കാണണേനെ അപ്പാന്ന് വിളിക്കുന്ന ഈമാനല്ലേ ഈ വിഭാഗത്തിനുള്ളൂ? ഒരു വിഷയം പറഞ്ഞാൽ അവരൊക്കെ വഫാത്തായപ്പോൾ ഒരാൾ 1990-92 വഫാത്തയക്കണം, മറ്റൊരാൾ 1996 വഫാത്തയക്കണം. എന്നിട്ട് അവരെ രണ്ടാളെയും പറ്റി ഇപ്പോൾ മാറി മാറി കളവുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കളവിൻ്റെ ഫാക്ടറി. ഇത് MT അബൂബക്കർ താരിമിയെ പോലുള്ള ആൾക്കാർക്ക് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാൾ ഇജാതി മുനാഫിക്കിൻ്റെ പരിപാടിയായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണലുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാദൃശ്യത്തിലേക്ക് മാറാൻ കഴിയില്ലെങ്കിലും ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ തികച്ചും വ്യത്യസ്തമായ രൂപത്തിൽ വന്ന് ഞാൻ നബിയാണെന്ന് പറയാൻ ശൈത്താനെ കൊണ്ട് കഴിയുമെന്ന് സമർത്ഥിച്ചു. MT സമർത്ഥിച്ചത് MTയുടെ ബാപ്പയിൽ നിന്ന്, ബാപ്പയോട് കിട്ടി ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയിൽ. എന്നിട്ട് ഇപ്പം പറയുന്നത് ഞങ്ങൾ ശംസുൽ ഉലമയുടെ കൂടെയാണ് എന്ന്. ശംസുൽ ഉലമ പഠിപ്പിച്ച അഖീദാണ് EK വിഭാഗം സുന്നികൾ പറയുന്നത്. അവർ തികച്ചും സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയമാണ് ആവശ്യത്തിൽ പറഞ്ഞത്. അതിൻ്റെ അങ്ങേപ്പുറത്ത് ആ ഗുരുവട്ടൂർ നൗഷാദ് പിന്നെ ഈ പറയുന്ന ഈ കാട്ടുകള്ളനായ തനി ഫ്രോഡായ ഈ ചങ്ങായും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.